ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. കണ്ടോ, കോട്ട സാരീസാണ് വന്നിട്ടുള്ളത്. അതിലിതാ ഇതേപോലെ ബോർഡേഴ്സിൽ ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് പാറ്റേൺ ഒക്കെ ആയിട്ടാണ് സാരി വന്നിട്ടുള്ളത്. ഇതിലും ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വന്നിട്ടുണ്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഇത് നമ്മുടെ പ്യുവർ കോട്ടാഡോറിയ സാരീസ് അല്ല, ഇത് അതിൻ്റെ സെമി ആയിട്ട് വരുന്ന കോട്ടയിൽ ഇത്രയും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാരീസാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ വരുന്നത് 8304823244 ആണ്. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജന്ത പിങ്ക് ഷെയ്ഡാണ്. ഇതാ കണ്ടോ, ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കളറിന് നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ ഇത്തിരി കളർ ചേഞ്ച് ഉണ്ടാവും, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇവിടെ ബ്ലൂ ആണ്, നല്ലൊരു നേവി ബ്ലൂ ആണ് വിത്ത് ബോർഡേഴ്സ്. ഇതേപോലെ നമ്മൾ കോട്ടാഡോറിയയിൽ കാണുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ഗോൾഡൻ സെറി ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആ ഒരു ബോർഡറിൻ്റെ ഷെയ്ഡിൽ ഇതേപോലെ കോട്ടണിലാണ് കേട്ടോ. ബ്ലൗസ് പ്യുവർ കോട്ടണിലാണ് വരുന്നത്. ഇതും കോട്ടണിൽ തന്നെയാണ് വരുന്നത്, കോട്ടാഡോറിയ അല്ല. ഇതാ കണ്ടോ, ഇതേപോലെ പല്ലു വരുന്നത്. ഇതിൽ ആ ഒരു പീകോക്കിൻ്റെ ഒരു സെൽഫ് കളർ ഡിസൈൻ വരുന്നുണ്ട്, പക്ഷേ അത് ഇതിൽ വിസിബിൾ അല്ല കേട്ടോ. വൺ ലെയറിലിടുമ്പോൾ ഇതേപോലെ ഫാബ്രിക് ഉണ്ടാവുക. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. ഒരെണ്ണം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ബോഡിയിൽ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വരുന്നത് കേട്ടോ. വൺ സൈഡിൽ സെറി ബോർഡർ മാത്രം, ലോവർ ബോർഡറിലാണ് ഇതേപോലത്തെ ഒരു ഡിസൈൻ വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ. ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാഷ് കെയറൊക്കെ ശ്രദ്ധിക്കുക. കളർ കാർഡ് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അത് ഓരോ സാരിയുടെയും വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയണമെന്നില്ല. സാരിയാണ്, അത് കുഞ്ഞുങ്ങളെ നോക്കണ പോലെ തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസിലും അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. എല്ലാവർക്കും ഇപ്പോൾ വാഷ് കെയറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. വേഗം ഞാൻ കാണിച്ചിട്ട് പോവാണ് കേട്ടോ. ഇനി ഇതേ പാറ്റേണിൽ കളർ ചേഞ്ചസ് ആണ് വരുന്നത് സാരീസ്, അതുകൊണ്ട് വേഗം കാണിച്ചു പോവാം. ഇനി ഫുൾ ഓപ്പൺ ആക്കുന്നില്ല, ആ ഒരു കളർ കോമ്പിനേഷൻസ് കാണിച്ചു പോവാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെ വരുന്നത് ആ ഒരു യെല്ലോ ഫാമിലിയിൽ വരുന്ന ഒരു കളറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരിക കേട്ടോ. കണ്ടോ, ഇതേപോലെ ബ്ലൗസ് വരുന്നത് ആ ഒരു ബോർഡറിൻ്റെ കളറിൽ ബ്ലൗസ് വരിക. കണ്ടോ, ഇത് സാരി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും അതിൽ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റും ഒക്കെ കാണാം ഇതിൽ. അതുകൊണ്ട് തന്നെ കളറ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതേപോലെ സാരി വരുന്നത് നമ്പർ 2 ആണ്. പല്ലു ഇതേപോലെ വരും. ആ ഒരു ബ്ലൗസിൻ്റെ കളറിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പല്ലുവാണ്. അതിൽ സെൽഫായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു എന്നൊരു സംശയമുണ്ട്. റേറ്റ് വരുന്നത് 1349, 1349. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ വരിക, ഒരു ലൈറ്റ് ഒരു ഗ്രീൻ വിത്ത് കോൺട്രാസ്റ്റ് ആ ഒരു വയലറ്റിൻ്റെ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ സാരിയും ബ്ലൗസും വരുന്നത്. എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കോട്ട സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പാറ്റേൺ ആണ്. ഇതേപോലെ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, ചൂടെടുക്കില്ല, ഉടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇത്തിരി സ്റ്റാർച്ചുള്ള ടൈപ്പ് കോട്ട സാരീസാണ്. റേറ്റ് വരുന്നത് 1349 ആണ്. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി എടുക്കുക. നമ്പർ 3 ആണ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ വരും. കണ്ടോ, ഒരു പീകോക്ക് ആൻഡ് ഫ്ലോറൽ പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. ഇത് നല്ല ഭംഗിയിൽ ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഒരു കോട്ടൻ്റെ സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. റേറ്റ് വരുന്നത് സെയിം ആണ്, 1349. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ കളർ, ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ്. ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആ കളറിലാണ് ബ്ലൗസ് വരുന്നത്. പല്ലു ഇങ്ങനെ വരും. കണ്ടോ,
ഇതേപോലെ വരുന്നത്. റേറ്റ് സെയിം ആണ് കേട്ടോ, 1349 ആണ്. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 6 ആണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് ആ ഒരു ടോണിലാണ് വരുന്നത്. റെഡിഷ് മെറൂൺ പോലെ തന്നെയാണ്. കണ്ടോ, ഇതേപോലെ വരും. ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് വരുന്നത്. ഇതേപോലെ വരുന്നത്. പല്ലു ഇങ്ങനെ വരും. സെയിം റേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ കോൺട്രാസ്റ്റ് ബ്ലൗസും ആയിട്ട് വരുന്ന സാരീസാണ് കേട്ടോ. റേറ്റ് 1349. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു പീകോക്ക് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും കൂടെ ഒരു ബ്ലൂയിഷ് ആയിട്ട് തോന്നും. അത് ഈ ഒരു കളേഴ്സിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇങ്ങനെ കേട്ടോ. ആ ഒരു പീകോക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. കളർ സ്മഡ്ജസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തിരിച്ചും നോർമലായിട്ട് ഇങ്ങനെ തന്നെ വരുന്നതാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 8. ഇതും ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. കോൺട്രാസ്റ്റ് ഇതേപോലെ വരുന്നത്. ബ്ലൗസ് ഇതേപോലെ ഒരു പിങ്ക് വിത്ത് ബോർഡർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പല്ലു ഇങ്ങനെ വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. അടുത്തത് സാരി നമ്പർ 9 ആണ്. ഇതിന് ഒരു ബാക്കിയുള്ളതിനൊക്കെ ഇവിടെ ഒരു പീകോക്ക് പാറ്റേൺ ആണ്. ഇതിനൊരു എലിഫൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇതേപോലെ ഗ്രീൻ വിത്ത് ബോർഡർ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. പല്ലു ഇങ്ങനെ വരും കേട്ടോ. ഇതാക്കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. റേറ്റ് വരുന്നത് 1349. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സാരി. സാരിയെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.